അറിയില്ല. അറിവുള്ള കഥ ഞാൻ പറയുന്നുണ്ട്. അറിവുള്ള കഥ ഞാൻ പറയാണ് മുത്തപ്പായെ. എടപ്പള്ളിയാളി ശ്രീ ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഓം നമോ ശിവായ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മഹത്തായ സ്ഥലത്തിൻ്റെ തിരുമുറ്റത്താണ്. പണ്ട് കാലങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്തിന് ഒരു പേരുണ്ടായിരുന്നു. ആ പേര് എന്ന് പറഞ്ഞാൽ ചാളക്കൽ എന്ന് പറഞ്ഞൊരു നാമോദയമായിരുന്നു ഈ തിരുമുറ്റത്തിനുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ ഈ ദേശക്കാരും ദേശത്തുള്ള ആൾക്കാരും വിളിച്ചു പറഞ്ഞ് വന്ന ഒരു പേരായിരുന്നു ചാളക്കൽ എന്നത്. ഈ പറഞ്ഞ ഈ സ്ഥലത്ത് അധിവസിക്കുന്ന കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബാംഗത്തിൻ്റെ നാമോദയമാണ് ഉൽക്കത്തള്ളന്മാർ എന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞു വരുന്ന കാലത്ത്, പഴയ കാലത്ത് ഇവിടുത്തെ അച്ഛനച്ഛന്മാരും മറ്റുള്ള കുടുംബാംഗങ്ങളും ആചരിച്ചു പോരുന്ന ചില ചടങ്ങുകളും കാര്യങ്ങളും നടത്തി കൊണ്ടുപോരുകയുണ്ടായി. ഒരു സുപ്രഭാതത്തിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നശിച്ചു പോകുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നശിച്ചു പോയി തന്നെ എന്ന് പറയാം. അതിനുശേഷം ഇവിടെ ഒരു വലിയച്ഛന്മാരുടെയൊക്കെ കാലത്തിന് ശേഷം ഒരമ്മായി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു പെങ്ങൾ എന്ന രീതിക്ക് ഒരു അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയുടെ പ്രായത്തിനനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായിക്ക് ഇവിടുത്തെ ദേവന്മാരെ ഒരു അനുഗ്രഹം കിട്ടുകയും ആ അമ്മായിയുടെ നേതൃത്വത്തിൽ ആ നശിച്ചുപോയി, ആ നിന്നുപോയി എന്ന് പറയുന്ന ആ ചടങ്ങുകളൊക്കെ ആ അമ്മായിൽ കൂടെ രൂപപ്പെട്ടു വരാൻ തുടങ്ങി. അതിനുശേഷം അതിലുള്ള മക്കളായിട്ടുള്ള 4-5 പേരുണ്ടായിരുന്നു. അവരും അതിൽ അമ്മായിയുടെ കൂടെ സഹകരിച്ച് നിന്നിട്ട് ആ ചടങ്ങിനെപ്പോൾ ഉയർത്തി കൊണ്ടുവന്നു. അന്നത്തെ കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ശ്രീകോവിൽ പണിയുകയും അത് മുന്നോട്ട് കൊണ്ടുപോയി കുറച്ച് കാലങ്ങളിൽ അവരെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന് അതിനുശേഷം പിന്നെയും ആ ഒരു ശ്രീകോവിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ വന്നു. അങ്ങനെ കുറേ കാലം ഇവിടെ ഉത്സവങ്ങളോ ആയിട്ടോ മറ്റുള്ള ചടങ്ങുകളായിട്ടോ നടത്താതെ നിന്ന്. അങ്ങനെ നിന്നപ്പോൾ ഈ കുടുംബാംഗത്തിലെ മരുമക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ആലോചന വന്നു. നമുക്ക് ഈ നശിച്ചുപോയ ഈ ശ്രീകോവിലൊന്ന് പുതുക്കി പണിയണം, നമുക്കൊരു ഉത്സവം കൊണ്ടാടണം എന്ന് പറഞ്ഞ് വന്ന് ഒരു 2-3 കൊല്ലങ്ങൾ കാലാവധിയിൽ ഉത്സവങ്ങളൊക്കെ നടത്തി. അന്ന് ഈ ഉത്സവത്തിന് ഈ അമ്മായിയാണ് നേതൃത്വം കൊണ്ടുവന്നിരുന്നത്. അമ്മായിയുടെ കാലശേഷം ആ ഉത്സവങ്ങൾക്ക് ഒരു പുതു പേരുണ്ടായിരുന്നു. ഇട്ട്യായിപ്പൂരം എന്നാണ് നമ്മളെ ഈ പ്രദേശത്തുകാർ അതിന് വിളിച്ചിരുന്ന ഒരു നാമോദയം. അങ്ങനെ നടന്നു പോരുന്ന കാലത്ത് ഈ കഴിഞ്ഞ വർഷം മുതൽ നാട്ടിൽ നിന്ന് നമ്മളെ പ്രദേശത്തുകാർ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് നിന്നുപോയി, ഇനി അത് നിന്നു പോകാൻ പാടില്ല, ഞങ്ങളെ പ്രദേശവാസികളെല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാവും, അത് പുനരുദ്ദേശിക്കണം, അത് നല്ല രീതിയിൽ കൊണ്ടാടണം എന്ന് പറഞ്ഞപ്പോൾ 2 വ്യക്തികൾ ഈ പറഞ്ഞ സ്ഥലത്ത് പണിയെടുക്കുന്ന വേണ്ടിയിട്ട് വന്ന് പണി കഴിഞ്ഞ് പോകുമ്പോൾ 2 ആൾ അത് കണ്ടു. അതൊന്ന് തറവാട്ടിലെ മകനായ ഷാജി എന്ന് പറയും, പിന്നെ മറ്റൊരു കുടുംബത്തിലെ ഒരാളുണ്ട് ഹരീഷ് എന്ന് പറയും. അപ്പോൾ അവർ ഈ നശിച്ചു കിടക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ രൂപം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര മനപ്രയാസം ഉണ്ടാവുകയും ആ മനപ്രയാസം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുടുംബനാഥന്മാരായിട്ടുള്ള എടപ്പള്ളിയാളിൽ കൃഷ്ണൻ, ദാമോദരൻ എന്ന 2 കാരണവരെ സമീപിച്ചു. ഈ കാരണവന്മാരെ സമീപിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഈ അമ്പലം നമുക്ക് താൽക്കാലികം നമുക്കൊരു മഴ കൊള്ളാത്ത രീതിയിലാക്കിയിട്ട് 4 ഇരുമ്പിൻ്റെ കാലുകൾ കൊടുത്തിട്ട് മുകളിൽ സീറ്റ് പതിച്ചുകൊണ്ട് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക്
വെള്ളം കടക്കാത്ത രീതിയിൽ നമുക്ക് ആക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ കാരണവന്മാർ പറഞ്ഞു അതിന് കുഴപ്പമില്ല കുട്ടികളെ, നമുക്കത് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിലുള്ള 4-5 കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ഒത്തൊരുമിക്കുകയും ഒരു ചെറിയ മീറ്റിംഗായി സംഘടിപ്പിച്ചുകൊണ്ട് അവർ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ അതിന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു അതങ്ങനെ പോരാ, നമുക്കത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറയിലുള്ള മണ്ണുകൾ അവിടെ നിർത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുമരുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഒരു പുനരുദ്ധാരണ തന്നെ നടത്തണം, ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്ന് ആ ഒരു മീറ്റിങ്ങിൽ കൂടെ സംസാരിക്കുകയുണ്ടായി. ആ കുടുംബാംഗങ്ങളും ആ 4-5 കുടുംബത്തിൽപ്പെട്ട ആൾക്കാരും കൂടിയിട്ട് അന്നൊരു തീരുമാനമെടുത്തു. നമുക്ക് ഈ ചാളക്കൽ എന്ന് പറഞ്ഞു വന്ന ഈ സ്ഥലത്തിന് നമുക്ക് എടപ്പള്ളിയാളിയിൽ ഗുരുമുത്തപ്പൻ ക്ഷേത്രം എന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം 100% വിജയിച്ചിട്ടുണ്ട്. ആ വിജയിച്ചതിൻ്റെ ആരംഭമായിട്ട് നമ്മൾ ഈ എടപ്പള്ളിയാളിൽ ഗുരുമുത്തപ്പൻ എന്ന ക്ഷേത്രത്തിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവമായിട്ട് ആഘോഷിക്കാൻ മകരം 23-ാം തീയതി ഫെബ്രുവരി 6-ന് കൃത്യസമയം തന്നെ ഈ പറഞ്ഞ ദിവസത്തെ 12:45 മുതൽ 1 മണി വരെ സമയത്തിനുള്ളിൽ ഈ ഗുരുമുത്തപ്പ ക്ഷേത്രത്തിലെ പീഠാരാധനയുടെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇതിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്തത് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ ദേശക്കാരനായ പൂന്തോട്ടത്തിൽ അശോകൻ ആശേരിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 21-ാം തീയതി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് കുറ്റിയടിക്കുകയും അതിന് ശേഷം 4 നാൾ കഴിഞ്ഞ് 5-ാം നാൾ തൊട്ട് ക്ഷേത്രത്തിൻ്റെ ജീർണിതാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട് പിറ്റത്തെ ഒരു ദിവസം അവർ തറ കെട്ടുകയും അതിൻ്റെ ചുമരുപണികൾ എടുക്കുകയും അതിൻ്റെ മേൽക്കൂര പണികൾ എടുക്കുകയും അതിൻ്റെ മറ്റു പെയിൻറ്റിങ് കാര്യങ്ങളായ അലങ്കാര പണികൾ എടുക്കുകയും ചെയ്ത് പൂർത്തീകരിച്ചൊരു നിലയിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ മറ്റ് ചടങ്ങുകൾ നടക്കുന്നത് ശിവാനന്ദൻ ആചാര്യരുടെ നേതൃത്വത്തിൽ നാളെ പുലർച്ചെ 5 മണിയോടുകൂടി ഗണപതിയോത്തോടുകൂടി ആരംഭിക്കുകയാണ്. അച്ഛൻ മുത്തപ്പായി, എൻ്റെ വലിയച്ഛ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുത്തപ്പ കൗകാനെ, ഞാനറിയില്ല, അറിവുള്ള കഥ ഞാൻ പറയുന്നുണ്ട്. അറിവുള്ള കഥ ഞാൻ പറയാണ് മുത്തപ്പായി, എൻ്റെ വലിയച്ഛ. ഞാൻ കുട്ടിക്കാലത്ത് ഈ തറവാട്ടിൽ വന്ന് എൻ്റെ അമ്മ എന്നെ പറഞ്ഞ കുഞ്ഞിയാണ്. എൻ്റെ അമ്മ കെട്ടി പോവുകയാണല്ലോ. എൻ്റെ ഈ ഭർത്താവ് എൻ്റെ അച്ഛനും മുത്തപ്പായി ഇവിടെ പഠിച്ചു വെച്ച് ഇവിടുന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ അമ്മനെ പറഞ്ഞയച്ച്. എൻ്റെ അമ്മനെ ഇവിടുത്തെ വലിയ അച്ഛനും എൻ്റെ ചെറിയ അച്ഛനും എൻ്റെ ചെറിയമ്മയും എന്നെ പറഞ്ഞയച്ചോലോ. എൻ്റെ അമ്മ പോയത് അക്കോടാണ് എൻ്റെ അമ്മൻ്റെ വീട്. അവിടെ പോയി ഞാനാണ് ആയാലേ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ വന്നത്. ആ കാലത്ത് കൊട്ടുപാട്ടും പോലെ ഉണ്ടായി പെരുമാരന്മാർ കൂടിയിട്ട് അതേന്ന് വരും പറഞ്ഞ് വന്നു. വളരെയധികം ഊട്ടും പൂച്ചും ഇവിടെ കഴിഞ്ഞ് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. വീട്ടിൽ വെച്ചിട്ട് ഓണത്തിന് വിഷുവിന് ഞങ്ങൾ ഇറങ്ങി വരും. കുടുംബനായിട്ട് ഇറങ്ങി വന്നാൽ ഈ വീട്ടിൽ അമ്മരും അവലൊടിച്ചിട്ട് അവത്തുണ്ട് ചെടി ഒഴിച്ച് ഓരോ ഈൻ്റെ മുറം അത് ചെരിഞ്ഞിട്ട് ആണുങ്ങൾ ചേറി തേങ്ങ പൂണ്ടിട്ടിട്ട് അത് ഞങ്ങൾക്ക് പാലി തരും. വിഷുവിനാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അപ്പം ചുറ്റിൻ്റെ വിളർത്തുന്ന കൃഷികൾ കഴിഞ്ഞ് ഞങ്ങൾ തരില്ല തിന്നും. ആക്കെ പാലി തന്ന് ആ വീടാത് ഞങ്ങൾ തിന്നണ വീടാണ്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങളെ കളി. ഞാൻ ആളായ മുതൽക്ക് ഞാൻ കണ്ട കാഴ്ച അതാണ്. ഞങ്ങളെ അച്ഛനും അമ്മയും പെരുമാറിൽ ഞങ്ങൾ വിഷുവിന് ഈ വീട്ടിലാണ് ഞങ്ങൾ വെച്ചത്.
2 ജാതി ഇവിടെ നിൽക്കും. 2 ജാതി വിറ്റേന്നാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട് ഈ തറവാട്ടിൽ നിന്ന്. ഞങ്ങളെ വീട് പെരുമാറുന്നില്ല. എന്നാൽ ഈ തറവാട്ടിൽ വന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ ആയ കാലത്ത് അങ്ങനെയുള്ള മുത്തപ്പായി ഇവിടുത്തെ ആളുണ്ടായിരുന്നു. ആളുണ്ടായിരുന്നു. എന്താ ചെറിയ നമ്മൾ മുമ്പ് കാലത്തെ കണ്ടുപോരുന്ന ഒരു പരിപാടി ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദിവസമൊക്കെ ഒരു മങ്ങൽ വന്ന് ഇപ്പം ഏതായാലും വളരെ ഉഷാറാക്കി ഭംഗിയോടെ നടത്താൻ തീരുമാനിച്ച് ഇവിടെ വന്ന് ഇത് സജീവമാക്കി എല്ലാവരും ഭംഗിയാക്കി കഴിക്കുക. ഭക്തജനങ്ങളെ നമ്മുടെ ഈ അമ്പലത്തിന് എടപ്പള്ളിയാളി ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിന് വേണ്ടി വളരെ കാലം മുമ്പ് ആഗ്രഹിച്ചൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മുമ്പ് കാലങ്ങളിലൊക്കെ ചുമരുണ്ടെങ്കിലും സീറ്റ് വലിച്ചു കെട്ടി അങ്ങനെ ആണ് ഇവിടെ കൊണ്ടു നടന്നിരുന്നത്. അപ്പം എല്ലാവരുടെ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും എല്ലാം കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നാട്ടുകാരെ എൻ്റെ മുന്നിൽ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാവരും ആഹ്വാനം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ വരുന്ന വെള്ളിയാഴ്ച 1:30 ശേഷം നമ്മുടെ സമൂഹ സദ്യയുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എടപ്പള്ളി ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ പണികൾ നടന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യകാല ചരിത്രം കുറച്ച് പറയട്ടെ. ആദ്യകാല ചരിത്രം എന്ന് പറഞ്ഞാൽ തൃക്കളി ദേവൻ അവിടെ കൂടിയിരുന്ന അക്കാലം മുതൽക്ക് നമുക്ക് അന്നത്തെ കാലത്ത് നമ്മളെ അരിജൻസികൾക്ക് പ്രത്യേകിച്ച് തൃക്കളി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരു കാലമാണ്. അക്കാലത്ത് അവിടുത്തെ ദേവനും നമ്മളെ ശിവനും പാർവതിയും നമുക്ക് പ്രതീക്ഷപ്പെട്ടതാണ്. പട്ടികജാതിക്കാരായിരിക്കുന്ന പ്രത്യേകിച്ച് കണക്കന്മാർക്കും മറ്റുള്ള ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും മൊത്തത്തിൽ ഈ ഇവിടെ വന്ന് തൊഴുതു പോകാനും മറ്റു കാര്യങ്ങൾ നടത്താനും പിന്നെ ഈ തീണ്ടലും കൂടിയുള്ള കാലങ്ങളായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരക്കാർക്ക് ഇവിടെ നിന്ന് തൊഴുതു പോകാനും വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശിവനും പാർവതിയും കൂടി ഒരു പ്രതീക്ഷ ഇറക്കി തന്ന അക്കാലം മുതൽക്ക് ഉൾക്കാടം തറവാട്ടിലാണ് ഇത് ഉള്ളത്. ഉൾക്കാടന്മാരാണ് കൊള്ളിടക്കുന്നത്. അന്ന് ഞങ്ങൾ അച്ഛന്മാർ മുത്തപ്പായികളായിരിക്കുന്ന ഒരച്ഛനും ഒരമ്മയും മാത്രമാണ് ഈ നാട്ടിലുള്ള വീട്ടിലുള്ളത്. ആ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിട്ട് അവർക്ക് മക്കളില്ലാതെ അവർ അത്യാവശ്യം കാലങ്ങളായിട്ട് ആശിച്ചുകൊണ്ട് നിന്ന മക്കൾ ഉണ്ടാകാതെ കുറേ കാലം ആശിച്ച് വന്നപ്പോഴാണ് ശിവൻ നേരെ പ്രത്യക്ഷപ്പെട്ട് അവനൊരു മകൻ ഉണ്ടായത്. ആ മകൻ ഉണ്ടായി. ആ മകന് അനവധി കാലമായിട്ട് കുട്ടികളില്ലാതെ വന്ന് വീണ്ടും കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ശിവനോട്. അപ്പോൾ പ്രാർത്ഥിച്ചതിൽ ഒരു മകൻ ഉണ്ടായി. രണ്ടാമത്തെ ഒരു മകനുണ്ടായത്. ആ അച്ഛൻ്റെ പോയിട്ട് അച്ഛൻ്റെ മകന് ഒരു മകനുണ്ടായത്. ആ മകന് ഉണ്ടായി. ആ മകൻ എന്ന് നമ്മുടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ അയിത്തം കഴിഞ്ഞോടുകൂടെ, അയിത്തം മുഴുവൻ കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആ പ്രസവിച്ച അമ്മ അന്യാധീനപ്പെട്ട് കുരുപ്പ് പൊന്തി മരിച്ചുപോയി. കുരുപ്പ് പൊന്തി നമ്മളെ വീട്ടുപുറത്തുനിന്നും നമ്മുടെ നാട്ടുപുറത്തുനിന്നും അതിനെ പുറത്താക്കി നമ്മൾ വേറെ ഭാഗത്ത് കൊണ്ടുപോയി സ്ഥാപിച്ച് അവിടെ നിന്നാണത് മരിച്ചത്. നമ്മളാരും കണ്ടിട്ടില്ല, നമ്മൾ തറവാട്ടുകാരും കണ്ടിട്ടില്ല. അവിടുന്ന് മരിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് എല്ലും കോലുമായി തോലും പോയിട്ട് അവിടെ കഴിഞ്ഞു പോയി. അന്ന് കുരുപ്പ് പറഞ്ഞ സാധനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പുറത്താക്കല്ല, പിന്നെ അവിടെ അടുക്കല്ല. അങ്ങനെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ നമ്മളച്ഛന്മാരന്നും വളരെ കുറച്ചേ ഉള്ളൂ. കുറേ കാലം കഴിഞ്ഞാൽ ഈ പണ്ടാരമൂർത്തി പറഞ്ഞ മുതലിനെ, ആ സാധനം പണ്ടാരമൂർത്തിയാണ്, ആ മുതലിനെ നമ്മൾ മാന്തി കൂടി വെച്ചെങ്കിലേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതാണ് താഴെ ഭാഗത്തുള്ള ദേവൻ. പണ്ടാര ഉരുക്കന്മാർ പറഞ്ഞ അതായത് മുത്തപ്പായി അവിടെ വരുന്നതാണ്. അതിന് മുമ്പ് ഈ തൃക്കളി ദേവൻ്റെ ഈ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. അതിന് നമുക്ക് ദേവൻ്റെ വക അന്നത്തെ കാലത്ത് തന്ന മണ്ണും ഭൂമിയാണ് ഇത്. എടപ്പള്ളിയാളി തറവാട്ടിൻ്റെ എടപ്പള്ളിയാളി പറമ്പ് അന്നത്തെ കാലത്ത് ഈ ഉൾക്കാടന്മാർക്ക് എഴുതി തന്നതാണ്. ഞങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങളത് നടത്തിക്കോളാമെന്നും അന്നത്തെ കാലത്തെ അച്ഛന്മാരെ ചരിത്രത്തിൽ പറയുന്നത്, അന്നത്തെ കാലത്ത് നമ്മളിവിടെ നടത്തിയാൽ മതി, തൃക്കളിയിലേക്ക് ചെന്നോളണമെന്നില്ല.
അന്നത്തെ കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, അക്കാലത്ത് അങ്ങനെയാണ്. നമുക്ക് പോകാൻ പറ്റില്ല. ആ ദേവന് പോകുന്നതിന് പകരം ഇവിടെ ചെയ്തു മതി. ദേവൻ്റെ അടുത്ത് പോയിട്ടില്ലെങ്കിലും ആ കാര്യം ഇവിടെ ചെയ്താൽ മതി. നമ്മുടെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് നമുക്ക് ഈ ദേവൻ ഈ നമ്മളായിട്ട് പ്രതീക്ഷപ്പെട്ട് പോകുന്നത്. അന്നത്തെ അങ്ങനെ കഴിഞ്ഞ് അച്ഛന്മാർ മുത്തപ്പായി ആയി കഴിഞ്ഞ് ഈ ആയി വന്നിട്ടും ആളുണ്ടായിട്ടില്ല. അക്കാലം വരെയായിട്ട് കുടുംബങ്ങൾ വളർന്നിട്ടില്ല. ഒരു കുടുംബം വളർന്നാൽ മറ്റൊരു കുടുംബം ഇല്ലാതെയാവും. അങ്ങനെ ഒരു ചരിത്രം കൂടുതൽ തിരുത്തിപ്പോയി. എങ്കിലും ഞങ്ങൾ 4-5 ഞങ്ങളുടെ തലമുറയിൽ വല്യച്ഛന്മാരെ കാലത്ത്, അച്ചച്ചന്മാരുടെ കാലത്തല്ല, അതിൻ്റെ അച്ഛന്മാരുടെ കാലത്ത് ഒരു 3 അച്ഛന്മാരുണ്ടായിരുന്നു. ആ 3 അച്ഛന്മാരിൽ 3 മക്കളുണ്ടായി. പിന്നെ വരുന്ന ആ 3 മക്കളുടെ 2 മക്കൾക്കും ആൺകുട്ടികളില്ല. ഒരു മകൻ ആൺകുട്ടി വന്നത്, ബാക്കി പെൺകുട്ടികളായിപ്പോയി. അതും അങ്ങനെ അന്യാധീനപ്പെട്ടു പോയി. പിന്നെയും ആ പഴയ കാലത്തെ ചരിത്രത്തിലേക്ക് തന്നെ പോയി. പഴയ കാലത്തെ ചരിത്രം പറഞ്ഞാൽ പിന്നെയും ആ അച്ഛന്മാർ 2 ആൾ 3 ആൾ 2 ആൾ 3 ആൾ അങ്ങനെ പോയി. അങ്ങനെ പോയിട്ട് കുറേ കാലം വീണ്ടും കഴിഞ്ഞു. ആ കഴിഞ്ഞ കാലം കഴിഞ്ഞിട്ട് പിന്നെയും ദേവനോട് പ്രാർത്ഥിച്ച് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വളരാൻ തുടങ്ങിയത് 3 തലമുറകൾക്ക് മുമ്പ്. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൊലവനാണ് പേര്. അവൻ്റെ അനിയനും, അതായത് നീലാണ്ടനല്ലേ പേര്, നീലാണ്ടനും. ഇങ്ങനെ പിന്നെ ഒരു അതോ അത് കൃത്യമായിട്ട് പറയാനില്ല. അങ്ങനെ 3 ആൾ ഉണ്ടായി. കണ്ണൻകുട്ടി. ഇങ്ങനെ 3 ആളുണ്ടായി. ആ 3 ആളിൽ ആ അച്ഛന്മാരുടെ കാലത്ത് ആ 3 ആളിൽ അത് 3-ാം തലമുറ കേട്ടോ, ഫസ്റ്റ് തലമുറയല്ല, 3-ാം തലമുറയിൽ അക്കാലത്ത് 2 അച്ഛന്മാർക്ക് മക്കൾ ഇല്ലാതെ വന്ന് ഒരച്ഛന് ഒരു മകൻ ഉണ്ടായി. എടപ്പള്ളിയാളി ചാത്തൻ എന്ന് പറഞ്ഞ ആ ഒരു മകനുണ്ടായത്. പിന്നെ ആരും ഉണ്ടായില്ല. 2-ാമത്തെ അച്ഛനുണ്ടായത് കോരൻകുട്ടി പറഞ്ഞൊരു മകനാണ്, അതുണ്ടായി. അപ്പോൾ ഈ അച്ഛൻ്റെയൊക്കെ കാലത്തുള്ള അപ്പോൾ പിന്നെ എൻ്റെ വല്യച്ഛനാണ്. എൻ്റെ വല്യച്ഛൻ പറഞ്ഞാൽ മിണിച്ചാൻ, മണ്ണാന്തോടി മിണിച്ചാൻ എന്ന് പറയും, അല്ലെങ്കിൽ എടപ്പള്ളിയാടി മിണിച്ചാൻ പറയും, അല്ലെങ്കിൽ അങ്ങനെ മണ്ണാന്തോടിയിൽ ഞങ്ങളെ അന്നത്തെ കാലത്ത് താമസം. ആ വല്യച്ഛന് 2 ആൺകുട്ടികളുണ്ടായി. ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ചരിത്രം പിന്നെ അതാ. ആ 2 ആൺകുട്ടികളിൽ ഒരാൺകുട്ടിക്ക് ആ 2 ആൺകുട്ടികൾ കല്യാണം കഴിച്ച് വന്നപ്പം അതിലും ഇല്ല ആൺകുട്ടികൾ, അതിലും വരുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ പിന്നെ എൻ്റെ അച്ഛന് ഉണ്ടായ ആ കൂട്ടത്തിൽ ഉണ്ടായ ഞങ്ങളൊരു 3 ആൺകുട്ടികൾ ഉണ്ടായി, ബാക്കി പെൺകുട്ടികളായി. പിന്നെ മറ്റേ അച്ഛന് ഒക്കെ പെൺകുട്ടികളായി പോവുകയും ചെയ്ത്. ആ ചരിത്രം അങ്ങനെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങളായി മാറി ഇത്രയും കാലമായിട്ട്. ഇപ്പം അതിൻ്റെ അപ്പുറത്തെ അച്ഛൻ, അതായത് 3-ാമത്തെ അച്ഛൻ പറഞ്ഞ അച്ഛൻ കോരൻകുട്ടീൻ്റെ അച്ഛൻ, കോരൻകുട്ടിക്ക് ഇച്ചേക്കന്നെ ആ കോരൻകുട്ടീൻ്റെ അച്ഛന് കോരൻകുട്ടി പറഞ്ഞ ഒരു കുട്ടി മാത്രമാണ് ഉള്ളത്. ആ കുട്ടിയിൽ നിന്ന് വന്ന ആദ്യ കുട്ടി കൃഷ്ണനാണ്. ആ കുട്ടി ആദ്യത്തെ അമ്മക്ക് വന്ന കൃഷ്ണനാണ്. ആ കൃഷ്ണനെ കാലം കഴിഞ്ഞ് അമ്മക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ആ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് നല്ല നിലക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ ഒഴിവാക്കി പറഞ്ഞയച്ച് കുറേ കാലങ്ങൾ അങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് പോയി. എങ്കിലും ആട്ടെ, കൃഷ്ണൻ വളർന്ന് അത്യാവശ്യം പഠനത്തിലൊക്കെ ആയി വരുന്ന സമയങ്ങളിൽ പിന്നെ ഇവിടെ ഊട്ടും പൂജയും കാര്യങ്ങളൊക്കെ നടക്കും, ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ നാട്ടുകാർ മൊത്തത്തിൽ കൂടിയിട്ടാണ് നടക്കൽ, ഒരാളായിട്ടല്ല. ഞങ്ങളുടെ തറവാട്ടിൽ അന്നൊന്നും ആകെ 10 ആളെ എണ്ണം ഉണ്ടാവില്ല. ഇപ്പോഴും ഉണ്ടായിട്ട് മുഴുവനായിട്ടില്ല. അപ്പം അങ്ങനെ ഈ കൃഷ്ണൻ മാത്രം ഒരു മകൻ ഉണ്ടായി. ആ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആ കുടുംബം അവിടെ ഇല്ലാതായി പോണ സമയത്താണ്, ഒരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ആയി പോണ സമയത്താണ് ഇപ്പോൾ പറഞ്ഞ ശിവൻ്റെ അമ്മനെ കൊറ്റിക്കുട്ടി പറഞ്ഞ, അതായത് ഇവിടുന്ന് കല്യാണം കഴിച്ച് വെടക്കമുറി ഇവിടുന്ന് മൈത്തറന്ന് ആ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ കൂടത്തിൽ 2 മക്കളുണ്ടായി, ആൺകുട്ടികൾ. ആ 2 ആൺകുട്ടികൾ അവരും ഈ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ഇവിടും, കൊലവന് പറഞ്ഞ മകന് 2 ആൺകുട്ടികൾ, 3 ആൺകുട്ടികൾ ഞങ്ങളും. ഇത്രയാണ് ഞങ്ങളുടെ കുടുംബം ഉണ്ടായത് ഈ കാലത്രയായിട്ട്. ബാക്കിയൊക്കെ പെൺകുട്ടികളായി പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളർച്ച വളരെ കുറഞ്ഞു പോയി. എങ്കിലും ഇപ്പം വളർച്ച ദൈവം സഹായിച്ചിട്ട് കുറേശ്ശൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ദൈവത്തിൻ്റെ അടുത്ത് നല്ല നന്ദിയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളാൽ കഴിയുന്നത് മുഴുവനും ഞങ്ങളിവിടെ എടുത്തു കൊടുക്കാനും എടുത്ത് നടത്താനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം ആണ് ഇക്കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഇപ്പം ദേവനെ പ്രതിഷ്ഠിക്കാനുള്ള ദിവസത്തിലെത്തി. ഒരു കൊല്ലക്കാലമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് നമ്മൾ ഇതിന് ദേവനോട് സത്യപ്രതിജ്ഞ ചെയ്ത് ആ പീഠം എടുത്ത് പുറത്തേക്ക് വെച്ച് ഞങ്ങൾ ഇന്ന കാലം കൊണ്ട് ഇത്ര ഞങ്ങൾ തീർത്തു തരാം, കാര്യങ്ങൾ ഞങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് തീർത്തു തരാം. അക്കാലത്ത് നിങ്ങൾക്ക് ആ നിങ്ങളുടെ കുടീരത്തേക്ക് കയറിയിരിക്കുക, അതുവരെ ഞങ്ങളെ കൂടെ ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പുറത്തിറക്കി അവിടെ നിർത്തി. ആ നിന്നോടത്ത് ദേവൻ അവിടെ നിന്ന് കൂടി ഇരുന്നാണ്. ആ ഇരുന്നോടത്തുനിന്ന് ഇപ്പം അത് ഏപ്രിൽ 21 വരെയുള്ള ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടെങ്കിലും കൂടിയിട്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ അത് എടുത്തു വെക്കാനുള്ള ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടി. അത്രയധികം
സ്വാധീനം നമുക്ക് കിട്ടി. നമ്മുടെ നാട്ടിലുള്ളവരതും നമ്മളെ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞാൽ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ത്യാഗം ചെയ്യുന്നതിൽ ഇരട്ടി കമ്മിറ്റി ഭാരവാഹികൾ കുടുംബം ചെയ്തിട്ടുണ്ട്. അവരെ നല്ല പ്രചരണം കൊണ്ടാണ് ഇത്തോതിൽ ഈ മുന്നോട്ട് വന്നത്. ഒന്നിക്കൊന്ന് ഒഴിയാതെ ഓലും ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾ പോലെ കൂടെ നിന്ന് ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഫെബ്രുവരിയിൽ തന്നെ അത് ഭൂമി നമ്മൾ ദേവൻ അങ്ങോട്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഫെബ്രുവരി 6 വെള്ളിയാഴ്ച 12:30 1 മണിക്കും ഇടയിൽ എടുത്തു വെക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേസുകൾ, ഈ കാര്യങ്ങൾ. അതിന് നമ്മൾ എല്ലാ ഭാഗത്തും എല്ലാ ആൾക്കാരോടും ഈ ഉറമ്പിൻ്റെ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് മുറിഞ്ഞാട് 300 കണ്ടി എന്നാ പറയാം. ഈ 300 കണ്ടി ഭൂമിൻ്റെ 300 കണ്ടിയിലെ ഭാഗത്തും ഞങ്ങൾ പോയിട്ട് ആ ആൾക്കാരെ മൊത്തം ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ സദ്യക്ക് വേണ്ടിയിട്ട്. ആ ആൾക്കാർ മുഴുവൻ ഇവിടെ സദ്യക്ക് പങ്കെടുക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കും വേണം. ആ പങ്കെടുത്ത് നമ്മളെ ഈ കാര്യങ്ങൾ നല്ല നിലക്ക് വിജയിപ്പിച്ച് തരുമ്പം അവർക്കും ഞങ്ങളോടൊപ്പം ഓരോടൊപ്പം ഞങ്ങൾക്കും ആ കാര്യങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവൻ സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പുനൽ നടപടിക്ക് വേണ്ടി നാളെ ഈ 12:30 ശേഷം 1 മണിൻ്റെ ഇടയിൽ നമ്മൾ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എന്താണ് ദേവന് വേണ്ടത്, ദേവൻ്റെ രീതി എന്താണ്, ദേവന് പോരാത്ത എന്താണ് ഞങ്ങൾക്കറിയില്ല. ആ അറിവുള്ള പ്രകാരം ഈ ദേവൻ ഞങ്ങൾക്ക് ഉണർത്തി തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന് ഉണർത്തി തരാൻ പറ്റിയ 3-4 ആൾക്കാരെ 4-5 ഭാഗത്തുനിന്നും 4-5 കുറ്റിക്കാരെയും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ച പ്രകാരം അവർ വന്ന് ഇവിടെ വിധി പ്രഖ്യാപിച്ചിട്ട് ആ വിധി പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകും. ആനാണ് ഞാനും കൃഷ്ണനും ശിവനും ഇത്ര ആൾക്കാരെ ഇപ്പോൾ എണ്ണി പറയാനുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിലുള്ളവർ ഈ കമ്മിറ്റി ഭാരവാഹികളും തീരുമാനിച്ചിട്ടുള്ളത് ഈ എടപ്പള്ളിയാളി ശ്രീ ഗുരുമുത്തപ്പ ക്ഷേത്രം എൻ്റെ ചെറുപ്പകാലം കാണുന്നത് ഈ കോലമല്ലായിരുന്നു. ഒരു വീട്, അതിൻ്റെ ഒരു മുറി ആയിരുന്നു. പിന്നീട് അത് മാറി ഒരു ഒറ്റമുറിയായി അമ്പലമായി വേറെ മാറിയിരുന്നു. പക്ഷേ ആ കാലഘട്ടം നോക്കുമ്പോൾ വളരെ ശോചനീയമായൊരവസ്ഥയിലുള്ളൊരു അമ്പലമായിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഉണർവുണ്ടായി, ഇതൊന്ന് മാറ്റം വരുത്തണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി ഇന്ന് ഈ നിലയിലേക്ക് അമ്പലം എത്തിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ദേശസ്നേഹികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കൂടെ നിന്ന ഇതിൻ്റെ കുറ്റിയടി മുതൽ ഇതിൻ്റെ അവസാന ഘട്ടമായ നാളെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ വരെ ഒപ്പം നിൽക്കുന്ന തുടർന്നും ഉണ്ടാകുന്ന നമ്മുടെ ഇതിൻ്റെ എല്ലാം പ്ലാനും കാര്യങ്ങളും എല്ലാം കൊണ്ട് നടന്ന അശോകേട്ടൻ, അതുപോലെ തന്നെ എൻ്റെ സാമ്പത്തിക മേൽനോട്ടം വഹിച്ച രവീന്ദ്രൻ, അതുപോലെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ഹരിദാസൻ എന്നിവരുടെ എല്ലാം കഠിനമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നിലയിലെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബക്കാരന്മാരായ 2-3 പേരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. അവരുടെ എല്ലാം നിത്യമായ ഒരു അർപ്പണബോധത്തോടുള്ള പ്രവർത്തനം കൊണ്ടാണ് അമ്പലം ഇങ്ങനെ ആവാൻ കാരണം. ഇവിടെ വന്ന് എന്ത് കാര്യം സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് നേടിയതായ അനുഭവങ്ങളേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഫെബ്രുവരി 6-ാം തീയതിയാണ് നടക്കുന്നത്. ഈ പരിസരത്തുള്ള മുഴുവൻ നാട്ടുകാരെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന അന്നദാനത്തിലേക്കും തുടർന്നുള്ള കലാപരിപാടിയിലേക്കും മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഈ ക്ഷേത്രാങ്കണത്തിൽ നാളെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെറുപ്പകാലം മുതൽക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ അമ്പലം ഇന്ന് ഈ ഭംഗിയായിട്ട് നല്ലൊരു നിലക്ക് ആക്കി തന്ന ഇത് ഇവിടുത്തെ നാട്ടുകാർക്കും ഇതിൻ്റെ കുടുംബക്കാർക്കും എൻ്റെ തറവാട്ടിൽ പെട്ട കാരണന്മാർക്കും ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച നാട്ടിലെ മാന്യവ്യക്തികൾക്കും ഈ നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വമ്പിച്ച വിജയമാക്കുവാൻ വേണ്ടി ഇതിനുവേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. ഇടപ്പള്ളിയാളിയിൽ ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഇവിടെ നാളെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കണ്ടന്ന് മുതലേ, എൻ്റെ ചെറുപ്പത്തിൽ ഇതിന് മുന്നേ അച്ഛന്മാരുടെ കാലത്തെ നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. കാരണം വേണ്ടത്ര കാണാനല്ല ഇതൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നാട്ടുകാരും കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ക്ഷേത്രം ഇവിടെ പണിത് കഴിഞ്ഞു. ഇതിന് പ്രവർത്തിച്ച കമ്മിറ്റിക്കാരുണ്ട്. സെക്രട്ടറി അശോകേട്ടനാണ്, പ്രസിഡന്റ് ഹരിദാസേട്ടൻ, ഖജാൻജി രവീന്ദ്രേട്ടൻ, അങ്ങനെ അവരും കുടുംബാംഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു ഐക്യകണ്ഠേന നമുക്ക് ഈ നല്ലൊരു ക്ഷേത്രം ഇവിടെ രൂപീകരിക്കാൻ കഴിഞ്ഞു. അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ആശംസിക്കുകയാണ്.
ഇനി നമുക്ക് വരും തലമുറകൾക്ക് നല്ല നല്ല പിന്നെ പരിപാടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതാണ് ഇവിടെ പറയാനുള്ളത്. നമസ്കാരം. എടപ്പള്ളിയാളി ശ്രീ ഗുരുമുത്തപ്പൻ ക്ഷേത്രം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പൊളിഞ്ഞാടിയ ഒരു അമ്പലമായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പരിപാടിക്കൊക്കെ കാണാൻ പോകുമ്പം അവിടുത്തെ അമ്പലം നല്ല ഉഷാറായിട്ട് നിൽക്കും. നമ്മളിത് കാണുമ്പോൾ ഒരു ഇടങ്ങേറായിരുന്നു. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും കുറച്ച് ആൾക്കാരെ പേർന്നും ഒക്കെ ഇവിടെ നാട്ടുകാരെ സഹായം കൂടെ ഈ അമ്പലം ഇങ്ങനെ വിജയിച്ച്, അപ്പം എല്ലാവരും നാളെ എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ ആക്കിയെടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളും അതേമാതിരി കമ്മിറ്റി പെട്ട ആൾക്കാരും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പണിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഈ അമ്പലം താന്നു പോകാതെ മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് എൻ്റെ അമ്മ തറവാടാണ്. ഇത് എടപ്പള്ളിയാളി വെല്ലിമുത്തണമുത്തൻ തമ്പുരാൻ്റെ ക്ഷേത്രമാണ്. ഇത് മുമ്പ് കാലത്ത് കാരണന്മാർ നടന്നതിന് ആട്ടാക്കി കഴിച്ചലായിരുന്നു. ഇപ്പം പുതുപരിപാടിയായിട്ട് ഇവർ മുത്തപ്പൻ്റെ ആട്ടോട് കൂടി താലപ്പൊലി തറയോടുകൂടി നടത്താനാണ് വിചാരിച്ചത്. മുൻകാലത്ത് അച്ഛന്മാർ കൊണ്ടുവരുന്ന അന്ന് ചെറിയൊരു അമ്പലമായിരുന്നു, ഓലമറ പോലത്തെ ഒരു അമ്പലമായിരുന്നു. അത് മരിച്ചുപോയ കാരണന്മാർ ഞങ്ങൾക്ക് തൃപ്പതി പെട്ട് തരണം, മരണപ്പെട്ടു പോയെങ്കിൽ ഓല് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങളിത് പറയുന്നത്. ഈ അമ്പലം ഇങ്ങനെ ആയാൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ കുറേ കാലമായി ഇത് കൊതിക്കുന്നു ഇങ്ങനെ കണ്ടുമുട്ടാൻ. ഇപ്പോൾ കണ്ടുമുട്ടിയാൽ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ അറിയും. ഇതിൻ്റെയൊക്കെ കൂടുതൽ അറിയുന്ന ആൾ നമ്മളിവിടുത്തെ കാരണന്മാരാണ്. ഇതിൻ്റെ ശേഷം ഞങ്ങൾ ഈ അമ്പലങ്ങളൊക്കെ കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ കമ്മിറ്റി കൂടി എല്ലാവരും പാട് തീരുമാനിച്ച് ഞങ്ങൾ ഈ അമ്പലം നന്നാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. എല്ലാവരും കമ്മിറ്റി കൂടി അംഗീകരിച്ച് ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് തീർക്കാമെന്നുള്ളതിന് പറഞ്ഞിരുന്നത്. ഈ 1 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഈ അമ്പലം പെട്ടെന്ന് കയറാൻ വേണ്ടി സാധിച്ച്. അതിൽ ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായ്മകളും ഇതിലുണ്ടായതുകൊണ്ട് പൈസൻ്റെ സാമ്പത്തികമായിട്ടും പിന്നെ അല്ലാത്ത നിലക്കൊക്കെ എല്ലാവരും സഹകരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു തുടക്കമാക്കി ഇത് വെച്ച് ഇപ്പം നല്ല ഒരു പരിപാടി ഇപ്പോൾ ചെറുങ്ങനായിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങൾ ഇതിലെ വിപുലമായിട്ട് ഈ കമ്മിറ്റി സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടിയാക്കി ഞങ്ങൾ കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഞങ്ങൾ 1 മണിൻ്റെ ശേഷം ഞങ്ങൾ ഈ പരിപാടി കഴിയും. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ സദ്യ ഉണ്ട്. ആ സദ്യയിൽ നാട്ടുകാരെല്ലാവരും പങ്കെടുക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പദ്ധതി ആദ്യം മുതൽ കുറ്റ്യടി മുതൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ തന്നെയാണ് ഇതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. ആ ഗുരുനാഥൻ്റെ സമ്മതത്താലും ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്. അതിൽ വളരെയധികം ഞാൻ കൃതജ്ഞനാണ്. ഈ എടപ്പള്ളിയാളിയിലെ ഈ മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഈ പരിപാടിയിലേക്ക് നാളെ ആണ് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇതിന് നമ്മളെ ഇവിടുത്തെ ദൈവങ്ങളെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ കുറേ ആളുകളുണ്ട്, ഖജാൻജുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇവരൊക്കെ ഇതിൽ ഒരുപാട് പങ്കാളികളാണ്. എല്ലാവരും ഇതിൻ്റെ പങ്കാളികളാണ്. എല്ലാവരെയും കൂട്ടായുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് 1 കൊല്ലം കൊണ്ട് നമ്മളിത് കയറ്റി കൊടുക്കാമെന്നാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. പക്ഷേ 1 കൊല്ലത്തിലേക്ക് ഇനി 2 മാസം 1.5 മാസം പോലും ഇനിയും ബാക്കി കിടക്കുകയാണ്. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താനുള്ളതാണെങ്കിൽ ഞങ്ങൾ ഇത് തുടങ്ങിയ അന്ന് മുതൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം മുതൽ ആ കമ്മിറ്റിയിലുള്ള ആളുകളാണ്, ഒന്ന് ഖജാൻജി നമ്മളെ MA രവീന്ദ്രനാണ്, സെക്രട്ടറി ഹരിദാസനാണ്, പിന്നെ അതിൻ്റെ പ്രസിഡന്റ് ഞാനാണ്, പിന്നെ ഇതിൻ്റെ രക്ഷാധികാരി ഇവിടുത്തെ 2 കാരണന്മാർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ പണിയൊക്കെ എടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി നേതൃത്വം നൽകിയെടുത്ത് നമ്മളെ രവീന്ദ്രൻ അയലാക്കോട്ടിൽ, അതിനോട് കൂടിയ സനൂപ്, കീരൻ, പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൽ കൂടിയാണ്. പിന്നെ ഷാജി ഇതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അപ്പം എല്ലാവരും കൂടിയിട്ടാണ്. ആരും പിന്നോട്ട് നിന്നില്ല. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാരും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾക്ക് ഈ പണി കിട്ടിയത്. കാരണം വെച്ചാൽ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഗതികളാണ്. ഒരു അമ്പലത്തിൻ്റെ പണിക്ക് കുറ്റിയടിച്ചിട്ട് അമ്പലം പൂർത്തീകരിക്കുന്ന ആദ്യമായിട്ട്. അപ്പോൾ നമുക്കന്ന് അമ്പലത്തിൻ്റെ പണി അറിയില്ല. ഇപ്പോൾ ഇവിടെ ഈ പണിയെടുത്ത ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഒക്കെ ഇവിടുത്തെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയതും. എല്ലാം ഇവിടുത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് മാത്രം ഈ അവസരത്തിൽ പറയാനുള്ളൂ.
കർമ്മക്കാർ വേറെ കർമ്മങ്ങളൊക്കെ മുറ്റത്തുള്ളവർ കോഴിയെട്ടി കർമ്മ ഈ മുറ്റത്തിലെഴുതാറുള്ള